കേരളത്തിലേക്ക് 10 പുതിയ സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി കേന്ദ്രം അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ചാണ് യാത്രക്കാരുടെ എണ്ണത്തിലുള്ള വലിയ വർധന കണക്കിലെടുത്താണ് തീരുമാനം. ശബരിമല തീർത്ഥാടനത്തിന്റെ പശ്ചാത്തലത്തിൽ 416 സ്പെഷ്യൽ ട്രെയിൻ ട്രിപ്പുകളും കേരളത്തിന് അനുവദിച്ചിരിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എല്ലാ തവണയും ഈ ക്രിസ്മസ് അല്ലെങ്കിൽ അവധിക്കാലത്ത് മറുനാടൻ മലയാളികളുടെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസമായി സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നു. എത്ര ട്രെയിനുകളാണ് എന്നു മുതൽ ഓടിത്തുടങ്ങും? സ്മൃതി, ക്രിസ്മസ് കാലത്ത് ഇത്തരത്തിൽ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്കും അതോടൊപ്പം മറ്റ് പല സ്ഥലങ്ങളിലെയും ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്ന മലയാളികൾ ഏത് സമയത്തും അനുഭവിക്കുന്ന ഒരു യാത്രാ ദുരിതമാണ്. ആവശ്യത്തിന് ട്രെയിൻ സർവീസുകളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിമാന കൂലിയൊക്കെ വലിയ രീതിയിൽ തന്നെ ഇവർ അലട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ 10 പ്രത്യേക ട്രെയിനുകളാണ് കേരളത്തിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ ട്രെയിനുകളുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിശദാംശങ്ങൾ എന്താണെങ്കിലും ഇനിയും പുറത്തേക്ക് വരാണ്. നിലവിൽ ബാംഗ്ലൂരിൽ നിന്ന് 23-ന് എത്തുന്ന ട്രെയിൻ 24-ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. അന്ന് വൈകിട്ട് തന്നെ അവിടുന്ന് പുറപ്പെടുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം 25-ന് തിരിച്ച് ബാംഗ്ലൂർ എത്തുമെന്നൊരു വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബാക്കി ട്രെയിനുകളുടെ വിശദാംശങ്ങൾ കൂടി ഇനി പുറത്തു വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ അധിക ട്രെയിൻ സർവീസുകൾ, അതായത് 146 പുതിയ ട്രെയിൻ സർവീസുകൾ, 416 പുതിയ ട്രെയിൻ സർവീസുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ യാത്രാ ദുരിതം, പ്രത്യേകിച്ച് മലയാളികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ മുതൽ കേരളത്തിലുള്ള എംപിമാർ അടക്കം എല്ലാവരും ഇത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു, അധിക ട്രെയിൻ നൽകണമെന്ന്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിലെ വിമാനക്കൂലികൾ അത് വളരെ ഉയർന്ന നിരക്കിലാണ് എല്ലായിടത്തേക്കും ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം, സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ ട്രെയിനുകളിൽ പലയിടത്തും ടിക്കറ്റുകൾ കിട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതാണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ ട്രെയിനുകൾ അനുവദിച്ചത് വഴി ഒരു യാത്രാ ദുരിതത്തിന് ഒരു അനുകൂലമായി യാത്രാ ദുരിതം ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്മൃതി, ശരി, ഏതായാലും വലിയ ആശ്വാസമാണ് മറുനാടൻ മലയാളികളെ സംബന്ധിച്ച്. നോബിൾ മാരിക്കാരനാണ് സ്പെഷ്യൽ ട്രെയിനിന്റെ വിശദാംശങ്ങൾ നൽകിയത്.